മലയാള മനോരമയ്ക്കെതിരെ നിയമ നടപടിയുമായി മുഹമ്മദ് റിയാസ് എം.എൽ.എ. CMRൽ നിന്ന് വീണയ്ക്ക് ലഭിച്ച പണം മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്തുവെന്ന വാർത്തയിലാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. ബെൻസൺ ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബെൻസൺ, വ്യാജവാർത്തയിൽ നടപടിയെന്നാണോ റിയാസിന്റെ നിലപാട്? അതെ അരുണിയ, ഇക്കഴിഞ്ഞ 20-ാം തീയതി മനോരമ ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തക്കെതിരെയാണ് ഇത്തരത്തിലൊരു നടപടി മുൻ മന്ത്രിയും MLA-യുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് CMRൽ നിന്ന് വീണയ്ക്ക് സേവനത്തിനായി ലഭിച്ച പണം അത് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ട് വഴി പലരുടെയും അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ ED റിയാസിനോട് ഫോണിൽ വിശദീകരണം ചോദിച്ചു എന്നുള്ളതുമായിരുന്നു ഈ മലയാള മനോരമ ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ 20-ാം തീയതി വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വ്യാജ വാർത്തയാണ്. ഇത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ് PM മുഹമ്മദ് റിയാസ് ഈ വക്കീൽ നോട്ടീസിലൂടെ വിശദമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം എത്രയും പെട്ടെന്ന് ഈ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലാത്ത പക്ഷം 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നുള്ളതാണ് ഈ വക്കീൽ നോട്ടീസിന്റെ ആധാരം. എന്ത് തന്നെയാണെങ്കിലും അഡ്വക്കേറ്റ് മുനീർ അഹമ്മദാണ് ഇപ്പോൾ ലീഗൽ നോട്ടീസ് മുഹമ്മദ് റിയാസിന് വേണ്ടി അയച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഈ പുറത്തു വരുന്നതെല്ലാം തന്നെ വ്യാജ വാർത്തകളാണ്, വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് എന്നുള്ളതായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണമായി നൽകിയിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ പത്രവാർത്തക്കെതിരെ 20-ാം തീയതിയിൽ വന്നിട്ടുള്ള ഈ പത്രവാർത്തക്കെതിരെ നിയമ നടപടിയുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് MLA-യുടെ തീരുമാനം. ശരി ബെൻസൺ.